5 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണം തേർവാഴ്ച നടത്തിയ പ്രദേശമാണ് പുത്തുമല. ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ 1.5 കിലോമീറ്ററിൽ മാത്രമേ അകലമുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്നും ചർച്ച ചെയ്യുന്ന, ഓരോ നിമിഷവും നമ്മുടെ നൊമ്പരമായി മാറിയ മുണ്ടക്കൈക്ക്. അപ്പോൾ സത്യത്തിൽ പുത്തുമലയിൽ നിന്ന് മരണം ഉണ്ടക്കൈക്ക് ഇറങ്ങി 5 കൊല്ലം കഴിയുമ്പോൾ എന്ന് വേണം പറയാൻ. പുത്തുമലയിൽ നിന്ന് ഇപ്പോൾ അലക്സ് മുഹമ്മദ് കൂടി തത്സമയം ചേരുകയാണ്. അലക്സ് മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. ഈ പുത്തുമല നമ്മുടെ മനസ്സിലിങ്ങനെ മറ്റൊരു വേദനയായി പടരുമ്പോൾ നമുക്കൊരിക്കലും ഒരു സുപ്രഭാതം പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ പുത്തുമലയിലെ ആളുകൾക്ക് അവിടെ ഒരു ടൗൺഷിപ്പ് കൊടുക്കുമെന്നും ആളുകൾക്ക് അവിടെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്നും പറഞ്ഞ പല്ലവി പാഴായി എന്നാണോ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്? എസ്കേൻ, ഗുഡ് മോർണിംഗ്. എസ്കേൻ, ദുഃഖകരമായ വാർത്തയാണൊന്ന്. അവരുടെ അനുഭവം, ആ മുറിവ് ഇനിയും ഉണങ്ങാത്ത ജനതയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളിവിടെ വന്നിരുന്നു, ആളുകളുമായി സംസാരിച്ചിരുന്നു. ചിലരിപ്പോഴുമൊക്കെ ഈ പ്രദേശങ്ങളിൽ വന്നു പോകുന്നുണ്ട്. അവരുടെ ഭൂമിയും മറ്റുമൊക്കെ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കൃഷിഭൂമിയൊക്കെ ആയിരുന്നു, നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളുകളെന്നാണ് അവർ പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട പരാതികളിലൊന്ന് സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളൊന്നും നടപ്പായില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതികളിലൊന്ന്. പുത്തുമല ദുരന്തമുണ്ടായി ഇതാ 5 വർഷമാകുന്ന ദിവസമാണ് ഈ ഓഗസ്റ്റ് 8, അതായത് ഇന്നേ ദിവസം. അതിൽ ചിലർ പറയുന്നത് അവർക്ക് ഈ പുനരധിവസിപ്പിച്ച ഇടത്ത് അവർ താമസിക്കുന്ന വീടുകൾ ചോരുന്നു എന്ന് അവർ പറയുന്നു. എല്ലാവർക്കും വീടുകൾ ലഭിച്ചിട്ടില്ല എന്ന് ആക്ഷേപം ഉയരുന്നു. ഒപ്പം ഈ പുത്തുമല ഒരു ടൗൺഷിപ്പായി ഉയർത്തും എന്ന് സർക്കാർ നൽകിയ വാഗ്ദാനം അതെങ്ങും ആയില്ല എന്ന് പറയുന്നത്. ഈ പുത്തുമലയുടെ മണ്ണാണിത് സ്കേൻ. ഈ പുത്തുമലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഈ വളരെ സുന്ദരമായ ഭൂമികയാണിത്. തൊട്ടപ്പുറത്ത് കാണാം, ആ പുത്തുമല കുന്നുകൾ കാണാം, പച്ചക്കാട് കുന്ന് കാണാം. അവിടെ ഇപ്പോഴും ഇതാ കോടമഞ്ഞ് ഉറങ്ങുന്നുണ്ട് സ്കേൻ. ചുറ്റും പച്ചപ്പാണ്, അങ്ങനെ പച്ചപ്പിന്റെ ഭംഗിയാണ്. തേയിലത്തോട്ടങ്ങളുണ്ട്, അതുപോലെ ആ വശത്ത് വനഭംഗിയുണ്ട്. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് പുത്തുമലയുടെ ഗ്രാമം ഉണ്ടായിരുന്നത്, മനുഷ്യജീവനുകൾ ഉണ്ടായിരുന്നത്, ലയങ്ങൾ, അതായത് ഈ തേയില എസ്റ്റേറ്റിന്റെ പാടികൾ ഉണ്ടായിരുന്നത്, തൊഴിലാളികൾ ജീവിച്ചിരുന്ന പാടികൾ ഉണ്ടായിരുന്നത്, ക്വാർട്ടേഴ്സുകൾ ഉണ്ടായിരുന്നത്, അതുപോലെ അമ്പലം ഉണ്ടായിരുന്നത്, പള്ളി ഉണ്ടായിരുന്നത്, പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നതൊക്കെ ഇവിടെയാണ്. അത്തരത്തിൽ ഒരു ഗ്രൗണ്ടിന്റെ അവശേഷിപ്പ് ഇവിടെ കാണാം. അത്തരത്തിൽ ഏറ്റവും സന്തോഷമായി ജീവിച്ചിരുന്ന ആ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ദിവസം, ആ നശിച്ച ദിവസം എന്നാണ് അവർ പറയുന്നത്, 2019 ഓഗസ്റ്റ് മാസം. ആ ഓഗസ്റ്റ് 7-ാം തീയതിയും 8-ാം തീയതിയും ഒക്കെ മഴ ഇവിടെ തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു സ്കേൻ. ചില ആളുകൾ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ജീവിച്ചിരുന്ന ചില മനുഷ്യർ പറഞ്ഞത് തൊട്ട് തലേ ദിവസം തന്നെ അതിന്റെ സൂചന ലഭിച്ചു എന്നാണ്. നമ്മളോട് തന്നെ അല്പം മുമ്പ് സംസാരിച്ച ഈ കുഞ്ഞമ്മദ്ക്ക്, അദ്ദേഹത്തിന് ഇപ്പോൾ 72 വയസ്സുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വീടിരുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി രാത്രി വീടിരുന്ന സ്ഥലത്തിന്റെ മുകളിൽ നിന്ന് ഉരുൾ പൊട്ടി താഴേക്ക് ഇറങ്ങുന്നു. അവിടെയാണ് ആദ്യത്തെ സൂചന ലഭിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കും ആദ്യത്തെ സൂചന ലഭിക്കുന്നത് അവിടെയാണ്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് പരമാവധി ആളുകളെ മാറ്റുന്നതിനുള്ള നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനുശേഷം അവശേഷിച്ചവരെയാണ് പിറ്റേന്ന്, അതായത് ഈ പറഞ്ഞ 8-ാം തീയതി, 2019 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി 4-4:30 മണിയോടുകൂടി ആ കാണുന്ന പച്ചക്കാട് കുന്ന്, അതായത് ആ ദൃശ്യങ്ങളിൽ കാണാം, കോട പുതച്ചു നിൽക്കുന്ന അതിനിടയിലാണ് ആ പൊട്ടിയൊലിച്ച ആ കുന്നിന്റെ ഭാഗമുള്ളത്. അവിടെ നിന്ന് ആ കുന്ന് ഇടിഞ്ഞിറങ്ങി ആ കല്ലും മണ്ണും പാറക്കൂട്ടങ്ങളും ചെളിയും ഒക്കെയായി ഈ പുത്തുമല ഗ്രാമത്തെ ഒന്നായി വിഴുങ്ങി ഇവിടെ നിന്ന് കടന്നു പോവുകയായിരുന്നു സ്കേൻ. അത് അവശേഷിപ്പ് കാണാം, പാറക്കഷ്ടങ്ങളും പാറക്കൂട്ടങ്ങളും ഈ മണ്ണിൽ തന്നെ അവശേഷിക്കുന്നുണ്ട്. കാട് മൂടി കിടക്കുകയാണ് പലയിടത്തും. ലയങ്ങൾ, ആൾതാമസമുണ്ടായിരുന്ന ലയങ്ങൾ പലയിടത്തും കാട് മൂടി കിടക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ അടയാളങ്ങളൊന്നുമില്ല, പോസ്റ്റ് ഓഫീസോ അങ്ങനെ അടയാളങ്ങളൊന്നുമില്ല. എസ്കേൻ, ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കൂ, 2 വീടുകൾ ഇപ്പോഴും ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. അത് ആ 5 വർഷത്തിന്റെ അവശേഷിപ്പാണ്, ഈ അസ്ഥിവാരത്തിന്റെ അവശേഷിപ്പാണ് ആ കിടക്കുന്നത്. കാട് മൂടി കിടക്കുകയാണ് ഈ മണ്ണ്, ഈ ഭൂമി എന്നുള്ളതാണ് സ്കേൻ. വലിയ ദുഃഖത്തിലാണ് ആളുകൾ പറയുന്നത്. ആ നടുക്കത്തിന്റെ വേദന ഇനിയും മാറിയിട്ടില്ല. അപ്പോഴും തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും അവർ നിറവേറ്റിയിട്ടില്ല എന്നാണ് സ്കേൻ. നമ്മളോട് സംസാരിച്ച ഈ മനുഷ്യൻ, അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ കുടുംബശ്രീയിൽ നിന്ന് 1 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഈ ദുരന്തം ഉണ്ടാകുന്നതിന് 2 മാസം മുമ്പ്. അദ്ദേഹം കൃഷിയും മറ്റുമൊക്കെ നല്ല രീതിയിൽ ഇവിടെ ജീവിച്ചിരുന്ന ആളാണ്. ഈ ദുരന്തത്തിന് ശേഷം മൊറട്ടോറിയം അടക്കം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു, ഈ കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് പറഞ്ഞു. ആ മനുഷ്യർക്കൊന്നും ആ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അവർ ഇപ്പോഴും കൂലിപ്പണിക്ക് പോയി ആ മാസാടവ് അടയ്ക്കുകയാണ്. അദ്ദേഹത്തിന് 72 വയസ്സുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ 72-ാം വയസ്സിലും കൂലിപ്പണിക്ക് പോവുകയാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ പുത്തുമലയിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് സ്കേൻ എന്നുള്ളതാണ് ദുഃഖിപ്പിക്കുന്ന കാര്യം. ഈ പുത്തുമലയിൽ നിന്ന് ആലങ്കാരികമായി ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഒന്ന് ഉറക്കെ വിളിച്ചാൽ മാത്രം
കേൾക്കുന്ന ദൂരമേ ഉള്ളൂ ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും. 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചൂരൽമലയിലേക്ക്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മുണ്ടക്കയിലേക്ക്. ആ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും മഹാദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ ആംബുലൻസുകൾ ചീറിപ്പായുന്നത് ഈ പുത്തുമലയുടെ ഹൃദയത്തിലൂടെയാണ് സ്കേൻ. അത് നമ്മൾ കണ്ടു നിൽക്കുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെയായി. ആ നൊമ്പരം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. 17 മനുഷ്യരെയാണ് ഈ പുത്തുമലയിൽ അന്ന് നഷ്ടപ്പെട്ടത്. അതിൽ 5 പേരെ ഇനിയും കാണാമറയത്താണ് എന്നുള്ളതാണ് ദുഃഖിപ്പിക്കുന്ന കാര്യം. അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ച് ദുഃഖിപ്പിക്കുന്ന കാര്യം അവർ നമ്മളോട് പറയുന്നത്. പക്ഷേ അതിന് എത്രയോ മുകളിൽ നഷ്ടം അവിടെ സംഭവിച്ചിരിക്കുന്നു. ആ തൊട്ടപ്പുറത്ത് ചൂരൽമലയിലും അതുപോലെ മുണ്ടക്കയിലുമായി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ പുത്തുമലയുടെ താഴ്വാരത്ത് നമുക്ക് ആ കുന്നിന്റെ താഴ്വാരം കാണാം. ആ കുന്നിന്റെ താഴ്വാരത്ത് എൻ്റെ വിരള ഞാൻ ചൂണ്ടിയിരിക്കുന്നത് ആ ഒരു JCB എനിക്ക് ഇവിടെ നിന്ന് കാണാം. അവിടെ കുറച്ച് ഭൂമി മണ്ണ് മാറ്റിയിട്ടുണ്ട് സ്കേൻ. ആ മണ്ണ് മാറ്റിയിടത്താണ് സ്കേൻ ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും മനുഷ്യർ, അവിടെ ഒരടയാളവുമില്ലാതെ മരിച്ച മനുഷ്യരെ അടക്കിയിരിക്കുന്നത്, കൂട്ടസംസ്കാരം നടത്തിയിരിക്കുന്നത് അവിടെയാണ്. ആ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ആ തിരിച്ചറിയാൻ ഒരടയാളമില്ലാത്ത മനുഷ്യരുടെ ജനിതകം ഇവിടെ ഈ പുത്തുമലയുടെ താഴ്വാരത്ത് കുറിച്ച് വെച്ചിരിക്കുന്നത് സ്കേൻ. അത്തരത്തിൽ അങ്ങേയറ്റം വൈകാരികമായി അങ്ങേയറ്റം ദുഃഖമാണ് ഈ 5 വർഷം കഴിയുമ്പോഴും പുത്തുമലയുടെ ഹൃദയത്തിന്, പുത്തുമലയുടെ മണ്ണിന് സ്കേൻ. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി ചേർന്നത്. തീർച്ചയായിട്ടും വയനാടിനെ നെഞ്ചോട് ചേർത്ത് നിർത്താനും വയനാട്ടിലെ ജനങ്ങളുടെ വികാരത്തിനൊപ്പം അണിചേരാനും നമ്മൾ ശ്രമം നടത്തുന്ന സമയമാണ് ഇപ്പോൾ. ഈ സമയത്ത് കവളപ്പാറയിലും പുത്തുമലയിലും അതുപോലെ പെട്ടിമുടിയിലും ഉണ്ടായ ദുരന്തത്തിൽ നമ്മൾ എന്തൊക്കെയാണ് സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചത്, അതിലേതൊക്കെ നടപ്പിലാക്കിയെന്ന് മന്ത്രിതലത്തിൽ അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തം പെയ്തിറങ്ങുന്ന നാളുകളിൽ മാത്രം നമ്മൾ ഒരുപാട് ആശ്വാസവുമായി എത്തുക, എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ മറവിലേക്ക് തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ചെയ്യാതെ ബാക്കി കിടക്കുന്ന എന്തൊക്കെയാണ് എന്ന് ചെയ്തതിനകത്ത് കരുത്തുറ്റ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.